നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം പ്രണവമലയിലെ വിശേഷങ്ങളും. നമസ്കാരം സർ. നമസ്കാരം. അടുത്ത നാളിൻ്റെ കാൽചിന്തനം ഒന്ന് വിശദീകരിക്കാമോ? അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടമാണ്. ജന്മനാളുകൾ മേടച്ചിങ്ങ ധനുവിൽ ധനുരാശിയായിട്ട് കണക്കാക്കണം. 48 വയസ്സിന് മുകളിൽ കണക്കാക്കുമ്പോൾ കാർത്തിക, ഉത്ര, ഉത്രാടത്തിന് ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ 2 ധനസ്ഥാനത്ത് നിന്നിരുന്ന ശനിയാണ് 2023 ജനുവരി 17 കുംഭൻ രാശിയിലേക്ക് അതിചാരത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം, അതായത് 4 നിൽക്കുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ 3ന്റെ ഫലമാണ്. 3ൽ മുറവിളി കൂട്ടി വല്ലാത്തൊരവസ്ഥയിൽ 5ൽ നിൽക്കുന്ന രാഹു മനസ്സിൻ്റെ കാരകത്വം, ഇങ്ങനെയെല്ലാം കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ശനി 3ൽ സഹായസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത്രയും കാലം ദുരിതക്കയത്തിൽ നിന്നിരുന്നവർക്ക് വലിയ ഒരു അത്താണിയായിട്ട് ശനി സഹായിക്കാനാണ് വരുന്നത്. അപ്പോൾ ശനി സഹായസ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുക. അതേപോലെ തന്നെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതൊന്നും വ്യാഴമാറ്റം കൊണ്ടോ ശനി മാറ്റം കൊണ്ടോ രാഹുകേതു മാറ്റം കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല എന്ന പരമമായ സത്യം തിരിച്ചറിയുക. എന്താണ് നമ്മുടെ പിന്നിൽ വരുന്ന ദുരിതങ്ങൾ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും നമ്മുടെ ശിഷ്യഗണങ്ങൾ തന്നെ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യവുമാണെങ്കിലും അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു ചരട് ജപിച്ച് കെട്ടുമ്പോൾ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയുക. അതിനുശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 1.5 വർഷം വരേക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. പിന്നീട് ഇവിടെ വന്ന ആവാഹന പൂജയിൽ പങ്കെടുത്ത് ധർമ്മദേവത പ്രീതി വരുത്തി, പിതൃപ്രീതി വരുത്തി വീടിൻ്റെ വാസ്തു ഇവിടെ നിന്നുള്ള വാസ്തുവാചാര്യൻ തന്നെ വന്ന് നോക്കണം നിർബന്ധമാണ്. കാരണം 100 പേര് വന്ന് നോക്കിയിട്ട് പോലും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ തെറ്റ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ചാർജുകളുണ്ട്. ആ ചാർജുകൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ ജീവിത തകർച്ചയുടെ കാരണം കണ്ടെത്തുക, അതിന് പരിഹാരം തേടുക. അതിനുവേണ്ടിയാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം നിലകൊള്ളുന്നത് എന്ന പരമമായ സത്യം അറിയുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിന് സഹായം തേടുക. എല്ലാ മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ്. ശൈവ വൈഷ്ണവ ചൈതന്യം സമന്വയമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന അത്യുഗ്ര അനുഗ്രഹ ശക്തിയുള്ള ഈ ദേവചൈതന്യത്തിൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്ലാവല, വാഴയില, അടയ്ക്കാമര, പൂക്കുല, വീടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പണം നടത്താം. ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻ സഹായിക്കും. അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് റിക്വസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതാത് ജില്ലകളിൽ തന്നെ നിങ്ങൾ ചേർത്ത് വിടുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വഴിപാടുകൾ ചെയ്യുന്നതിനും പരിഹാരങ്ങൾ ചെയ്യുന്നതിനും എല്ലാം കൃത്യമായിട്ടുള്ള ജാതകം ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നത് വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. നമസ്കാരം. എന്റെ പേര് ശരത് ചന്ദ്രൻ, വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2017 മുതൽ സാറിന്റെ വീഡിയോസ് TV ചാനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട് ഒരു വ്യത്യസ്തമായ ജ്യോതിഷ രീതികൾ കണ്ടതിന് ശേഷം മുമ്പ് ഒരുപാട് ജ്യോതിഷന്മാരെ പിറകെ നടന്നിട്ടുണ്ട്, പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരാത്തത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചു വന്നത്. അപ്പോൾ
2017 ശേഷം 2018 ജൂൺ ആയപ്പോഴത്തേക്ക് സാറിന്റെ നേരിട്ട് കാണാനായിട്ട് ശ്രമിച്ച് അന്ന് നടന്നില്ലായിരുന്നു. എന്നിട്ട് നേരിട്ട് സാറിന്റെ ജ്യോതിശാലയത്തിലേക്ക് എത്തുകയും ഗണപതി LS വാങ്ങുകയും ചെയ്തിരുന്നു. ഗണപതി LS വാങ്ങി കറക്റ്റ് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് എത്താൻ സാധിച്ചു. 2019 ഫെബ്രുവരിയിലായിരുന്നു പൂജ. പൂജ കഴിഞ്ഞു. വീട്ടിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ടും ബാക്കി സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും നെഗറ്റീവ്സ് വന്നായിരുന്നു. അപ്പോ വീണ്ടും ചെറിയ പിന്നിലേക്ക് പോക്ക് അനുഭവപ്പെട്ടപ്പോ വീണ്ടും സാറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് സാറിന് ചെറിയൊരു ദക്ഷിണയിൽ അതൊക്കെ വായിച്ച് മാറ്റി തന്നു. അതിനുശേഷം സാറ് ഓൺലൈൻ വഴി ജ്യോതിഷ പഠനം ആരംഭിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞതിനു ശേഷം ജ്യോതിഷം പഠിച്ചു തുടരുകയും ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര ജ്യോതിശാല ഇട്ടിട്ടുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ്സ് വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ചെറിയ ദക്ഷിണയിൽ സാറ് വായിച്ച് മാറ്റി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സാറ് നഗരാഞ്ജന ക്ഷേത്രത്തില് 1 രൂപ നാണയം തലക്കിഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളോ ആ നിമിഷം തന്നെ നമുക്ക് മാറി കിട്ടുന്നതാണ്. സാധാരണ തിടപ്പള്ളി അല്ലെങ്കിൽ എന്താ പറയാ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും ഷർട്ട് ഊരിയിട്ടാണ് അകത്ത് കയറുന്നത്, പുരുഷന്മാർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വസ്ത്രത്തിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേപോലെ നിവേദ്യ സമയത്ത് ഭക്തർക്ക് തൊഴാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് റിസൾട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് ഹവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.